നമ്മൾ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മുഹറം മാസത്തിലാണ്, ഈ പുതുവത്സരാണ് നമ്മളുടെ ഹിജ്റ കലണ്ടർ അനുസരിച്ച് ആദ്യത്തെ വർഷമാണ്. ഒരു വർഷം നമുക്ക് പിന്നിട്ടു. നമ്മളെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, എല്ലാവരും പണ്ഡിതന്മാർ പറയുന്നത് പോലെ നമ്മുടെ യഥാർത്ഥത്തിൽ ഈ ജീവിക്കുകയല്ല, നമ്മുടെ ജീവിതത്തിൽ നിന്നും, അതായത് നമ്മുടെ ഖബറിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ആദ്യമായി ചെയ്യേണ്ടത് തൗബ ചെയ്ത് മടങ്ങി. പ്രത്യേകിച്ച് വളരെയധികം പ്രധാനപ്പെട്ട അധികമായ മാസമാണ് മുഹറം മാസം. തൗബ ചെയ്ത് മടങ്ങി അള്ളാഹുവിലേക്ക് അടുക്കുക. എന്തിനു തൗബ ചെയ്യണം? ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമുക്ക് പലപ്പോഴും വിഷയങ്ങൾ അറിയാമെങ്കിലും നമ്മൾക്ക് മറ വന്നു പോവുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ തീർച്ചയായിട്ടും മരിക്കും. നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ദുനിയാവിലാണെങ്കിൽ ഇപ്പോൾ ജോലിയുള്ള ആളുകൾ, ചെറുപ്പക്കാരാണ്, നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾ ഒരു 20,000 രൂപ മാസത്തിൽ ശമ്പളം വാങ്ങുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ 15,000 രൂപ മാസത്തിൽ ശമ്പളം വാങ്ങുന്ന ആളാണെങ്കിൽ, അതുകൊണ്ട് തൃപ്തിപ്പെടാൻ നിങ്ങൾ തയ്യാറാണ്? അല്ല. അടുത്ത വർഷം കൂടുമ്പോൾ അടുത്ത വർഷത്തിൽ 20,000 ആയിട്ട് മാറണം, എനിക്കത് കൂടുതലായി കിട്ടണം, അല്ലെങ്കിൽ ആ വർഷം തന്നെ അതിലും കൂടുതലായിട്ടുള്ള ഒരു നല്ലൊരു ജോലി കിട്ടണം, അതിലേക്ക് മാറാൻ തയ്യാറാവും, അതിനോട് പരിശ്രമിക്കും, മറ്റുള്ളവർ അന്വേഷിച്ചുകൊണ്ടിരിക്കും. എന്നാൽ വളരെയധികം വിഡ്ഢിത്തരങ്ങൾ നമ്മളിലേക്ക് വന്നുപോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ദീനിന്റെ കാര്യത്തിൽ അത് മനസ്സിലാക്കുന്നു. വളരെ നശ്വരമായിട്ടുള്ള ജീവിതമാണ്. മഹാന്മാര് പറയും, പാനി കി ബുൽബുലാ ഹൈ ഇൻസാൻ കി ജിന്ദഗി. മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിന്റെ ഒരു കുമിള പോലെ. ഒന്നിങ്ങനെ കുമിള എങ്ങനെ ഉണ്ടാകും? വെള്ളത്തിന്റെ കുമിള ഇങ്ങനെ വരും, അടുപൊട്ടും, ഇത്രയേ ഉള്ളൂ. ഈ ജീവിതത്തിൽ നമ്മൾ വലുതായി കണ്ടുകൊണ്ട് അതിന്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എന്താണ് ചെയ്യുക? നമുക്ക് വളരെ മടിമുഴിച്ചിലുകൾ വന്നിട്ടുണ്ട്. ആഖിറത്തിന് വേണ്ടിയിട്ട് ആ പരിശ്രമം നമുക്കില്ല, താല്പര്യമില്ല. ശരിയല്ലേ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാ സിനിമ കാണുന്ന ആളുകൾ തിയേറ്ററിൽ പോയിട്ട് ഉറങ്ങണമെങ്കിൽ? സിനിമ കാണാൻ വേണ്ടിയിട്ട് ലൈനിൽ നിന്നും കൊണ്ട് എത്രയോ നേരം ലൈനിൽ നിന്ന് റിലീസ് പടം കാണാൻ പോകുന്ന ചെക്കന്മാര് തിയേറ്ററിൽ പോയിട്ട് ഉറങ്ങിയത് ചരിത്രം കേട്ടിക്കണെങ്കിൽ? എന്തുകൊണ്ട് ഇലിമിന്റെ സദസ്സ് നമ്മൾക്ക് ഉറക്കം വരുന്നത്? ഒന്ന് സിനിമ കാണാൻ പോകുന്ന ആളുകൾ താല്പര്യം കൊണ്ടാണ് പോണത്, അല്ലെ? ഇലിമിന്റെ സദസ്സിൽ വരുന്ന ആളുകൾ താല്പര്യം കൊണ്ട് വരാത്തത് കൊണ്ടാണ് നമുക്ക് ഉറക്കം വരുന്നത്. താല്പര്യം ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല, അല്ലെ? നമ്മൾ ഈ ഹാജറെടുക്കണ പരിപാടി നിർത്തണം. അതുകൊണ്ട് ഒരു കാര്യമില്ല, അള്ളാഹു തആല ഇഷ്ടപ്പെടൂല. അതായത് നമ്മളൊക്കെ ഇൽമിന്റെ സദസ്സിൽ നമ്മൾ വരുന്ന നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഉള്ളതാണ്, നമുക്ക് വന്നിട്ടില്ലെങ്കിൽ മോശമാണ്. നമ്മൾ ചില കല്യാണങ്ങളിലൊക്കെ പോണാണ്, നമ്മൾ വിളിച്ചതാണ്, ഏതായാലും പോയിട്ടില്ലെങ്കിൽ മോശമാണ് എന്നുള്ളൊക്കെ ഈ വക പരിപാടി നിർത്തിക്കൊണ്ട്, സഹോദരന്മാരെ, നാളെ മരിക്കും. മനുഷ്യനാണ്, തെറ്റുപറ്റും. നമ്മൾ ആരും മലക്കുകളല്ല, നമ്മൾക്ക് തെറ്റുപറ്റും, എനിക്ക് തെറ്റുപറ്റും, നിങ്ങൾക്കും തെറ്റുപറ്റും. ഞാൻ മലക്ക, ഞാൻ റസൂല, ഞാൻ നബിയ ഒന്നുമല്ലല്ലോ. എനിക്കും തെറ്റുപറ്റും, നിങ്ങൾക്കും തെറ്റുപറ്റും. പക്ഷെ ഇതിനുള്ള മാർഗം, സൊല്യൂഷൻ അല്ലാഹുവിന്റെ റസൂൽ തന്നിട്ടുണ്ട്. തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു സ്വീകരിക്കും. പാപങ്ങളിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങുന്നവർ പാപം ചെയ്യാത്തവരെ പോലെയാണ്. പക്ഷെ നമ്മൾക്ക് പിശാച് ഒരു തെറ്റിദ്ധാരണ, ഞാനൊന്നും ഒരിക്കലും നേരാവില്ല, മരിച്ചോളിന്ന നരകത്തിലേക്ക് തയ്യാറായിക്കൂടി. ഉറപ്പാണ് മരിക്കുമെന്ന് നമ്മൾ വിശ്വാസികളാണ്, നമ്മൾക്ക് ഉറപ്പാണ്. ഇത് സങ്കല്പല്ല. നാളെ മഹ്ശറയുണ്ട്. ഈ കുറഞ്ഞ ജീവിതം നമുക്ക് പരീക്ഷണമാണ്. ഈ ജീവിതത്തിൽ നമ്മൾക്ക് എത്ര അധികം നമ്മൾ നന്മ കൂടുതൽ ചെയ്തോ, അള്ളാഹു തൃപ്തിപ്പെട്ട മാർഗത്തിൽ നമ്മൾ ചെലവഴിച്ചോ, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട മാർഗത്തിലായിട്ട് നമ്മൾ ചലിച്ചുവോ, അത്ര കണ്ട് നമുക്ക് നാളെ മഹ്ശറയിൽ ഗുണമുണ്ടാവും. ഇവിടെ നിങ്ങൾ എത്ര കണ്ട് അതിൽ കുറഞ്ഞുവോ, ആ കുറവ് അവിടെ കാണാൻ സാധിക്കും. ജീവിതം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ പിടിക്കാം. ഈ 24 മണിക്കൂർ എന്നാൽ 25 മണിക്കൂറായി കിട്ടില്ല. ഈ 24 മണിക്കൂറിന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ്, നമ്മൾ അതിനെന്ത് പാർട്ടീഷൻ ചെയ്യാണ്. നമ്മളത് 24 മണിക്കൂറിൽ 5 മണിക്കൂർ ഇന്നത്, 5 മണിക്കൂർ ഇന്നത്, 5 അല്ലെങ്കിൽ 10 മണിക്കൂർ ഇന്നത്, അല്ലെ? ശരിക്കും ചിന്തിച്ചു നോക്കി. ഈ 24 മണിക്കൂറിൽ എത്ര സമയം നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള കാര്യത്തിൽ മുഴുകിയിട്ടുണ്ട് നമ്മൾ ചിന്തിക്കണം. എത്ര സമയം നമ്മൾ ദുനിയാവിന് വേണ്ടി മുഴുകിയിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട അത്യാവശ്യമാണ്. കഴിഞ്ഞു പോയ ഇന്നലകളിലേക്കൊന്ന് മടങ്ങുക, നമ്മളൊന്ന് ചിന്തിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള, അല്ലെ രാത്രി ഉറങ്ങുന്ന വരെയുള്ള നെട്ടോട്ടങ്ങളിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ളതായാലും ശരി, മറ്റൊരു വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയുള്ളതായാലും ശരി, ഈ നെട്ടോട്ടങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ?
എന്തെല്ലാം അള്ളാഹുവിന് വേണ്ടി ചെയ്തു. നിസ്കാരമായാലും ശരി, ഇനി നോമ്പ് നോറ്റാണെങ്കിൽ അതാണെങ്കിലും ശരി, ഈ ദിക്റ് ചൊല്ലുകളാണെങ്കിലും ശരി, സ്വലാത്ത് എത്ര കണ്ട് നിങ്ങൾ ദിക്റ് ചൊല്ലിയിട്ടുണ്ട്, എത്ര സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, എത്ര പോലെ നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്, എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വല്ല നല്ല കാര്യവും ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നിന്റെ സുഹൃത്തുക്കൾക്ക്, നിന്റെ കൂടെയുള്ള ആളുകൾക്ക് എപ്പോഴെങ്കിലും വരെ നല്ലതും പറഞ്ഞു കൊടുത്ത അനുഭവം ഉണ്ടോ? എടാ ഇന്നെ നല്ലത് ചെയ്തോളിന്ന് എപ്പോഴെങ്കിലും വല്ലവരെ വിരോധിച്ചിട്ടുണ്ടോ തിന്മയിൽ നിന്ന്? ഇത് നമ്മൾ ഓരോരുത്തരും നമ്മൾ സ്വന്തത്തിൽ എന്ത് ചെയ്യണം? പരിചിന്തനം ചെയ്യേണ്ടതാണ്, ഉറ്റാലോചിക്കേണ്ടതാണ്, വിചാരണ ചെയ്യേണ്ടതാണ്. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നന്ദി കെട്ടവരായിരിക്കും. ഇനി നമ്മൾ ചിന്തിക്കുക, ഇനി നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് ആർക്ക് വേണ്ടി ചെയ്യണം? നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ നിസ്കാരം അതിന് ആത്മാർത്ഥമായിട്ടും അല്ലാഹു റസൂൽ പറഞ്ഞതുപോലെ തഖ്വയോട് കൂടിയിട്ട് ഏകാഗ്രതയോട് കൂടി നിസ്കരിക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടോ? ഇനി അങ്ങനെ ഒരു ഏകാഗ്രത നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇസ്ലാം ദീന് പറഞ്ഞതുപോലുള്ള നിസ്കാരമോ ഇബാദത്തോ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഇത് എനിക്ക് കുറവ് വന്നിട്ടുണ്ടെന്നുള്ള ഖേദന മനസ്സിലുണ്ടാവും. എനിക്കിപ്പോഴത് ശരിയായിട്ട് ഇതിനുള്ള മാർഗം എന്താണ്? ഇത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളോട് നിങ്ങൾ ആരാഞ്ഞിട്ടുണ്ടോ? അത് തിരുത്താൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഈ മുഹറം മാസ തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഹിസാബിച്ച് നമ്മൾ വിചാരണ ചെയ്യണം. നമ്മൾക്ക് അങ്ങനെ അള്ളാഹും റസൂലും പറഞ്ഞതുപോലെ ഇബാദത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താണ് ആ കേട്? എന്തുകൊണ്ട് എനിക്ക് ആ കേട് വന്നു? ആ കേട് മാറ്റാൻ ഇനി എന്ത് ഞാൻ ചെയ്യണം? ആരോട് പറയണം? അതിനാണ് പണ്ഡിതന്മാര്, സഹോദരന്മാരെ പണ്ഡിതന്മാരോട് മുഖം തിരിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും നേരാവില്ലട്ടാ. അള്ളാഹു നമ്മളോട് ചോദിക്കും, എത്ര പണ്ഡിതന്മാരെ നിന്റെ നാട്ടിൽ ഞാൻ തന്നടാ. അള്ളാഹു ചോദിക്കൂലേ, പണ്ഡിതന്മാരെ നിങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നില്ലയോ? നിങ്ങൾ ഷെയ്ഖ് നിങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നില്ലയോ? നിങ്ങൾ ഗുരുനാഥന്മാർ നിങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നില്ലയോ? നിങ്ങൾ എന്തുകൊണ്ട് അതിന് പരിഹാരത്തിന് അവർക്ക് പോയില്ല? ഇനി ഒരാളെ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റൊരാളെ കാരണം. ഒരാളെ കൊണ്ട് പരിഹാരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരാളെ അടുത്ത് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ മറ്റൊരാളെ കാണണം. കാരണം എന്താ? ഇത് നമ്മുടെ ആഖിറത്തിന്റെ പ്രശ്നമാണ്. ഇത് ഒരാളുടെ കാര്യം. ഞാൻ നിങ്ങളോട് ഗൗരവപ്പെട്ട് സംസാരിക്കുമ്പോൾ എനിക്കെന്ത് കിട്ടാനെങ്കിൽ 5 കാശ് തരുന്നുണ്ടായിരിക്കും. ഞാൻ സംസാരിക്കുന്ന കാര്യം നിങ്ങളോട് പണം ആവശ്യപ്പെടാറില്ലല്ലോ. ഞാൻ ഈ ഗൗരവമായി സംസാരിക്കണം ആർക്ക് വേണ്ടിയിട്ടാണ്? എനിക്കെന്ത് പുണ്ണാക്കി കിട്ടാനാ? ചിന്തിച്ചു നോക്കി. ചില ആളുകൾ സംസാരിക്കുമ്പോൾ ഉസ്താദിന് ചൂടാവണമെന്ന് ചോദിക്കും. ആ ആളുകളൊന്ന് ചിന്തിച്ചു നോക്കണം. അതെന്താണ് അവരോടൊക്കെ ചോദിക്കണം, ഉസ്താദ് എന്തിനു ചൂടാവണം? നിങ്ങളിൽ നിന്ന് വല്ലതും ഉസ്താദ് പ്രതീക്ഷിക്കുന്നുണ്ടോ? പിന്നെ എന്തിനു ഉസ്താദ് ചൂടാവണം? ഉസ്താദ് കാശിന് വേണ്ടി ഇതുവർക്ക് ഉപദേശിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഉസ്താദ് അത്ര ഗൗരവമായി പറയും? എന്ത് ആഗ്രഹിച്ചിട്ടാണ്? അല്ല, ഒരാൾക്ക് ഒരു ഗൗരവം വരണമെങ്കിൽ വെറുതെ അദ്ദേഹത്തെ സമയം ചെലവഴിക്കൂലല്ലോ. നിങ്ങളോട് നിങ്ങളെ ന്യൂനത കണ്ടെത്തി പറയാണോ? അല്ല, നിങ്ങൾ നന്മ കണ്ടെത്തിയിട്ടാണ് പറയുന്നത്. ഭാവിയിലുള്ള നിങ്ങൾ നന്മ കണ്ടെത്തിയിട്ടാണ് പറയുന്നത്. ഭാവിയിൽ അല്ലാഹു റസൂലിന്റെ ശഫാഅത്ത് കണ്ടെത്തിയിട്ടാണ് പറയുന്നത്. ഭാവിയിൽ നമുക്കുള്ള സ്വർഗം കണ്ടെത്തിയിട്ടാണ് പറയുന്നത്. അങ്ങോട്ട് ചലിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ശരിക്കും പോലെ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിക്കൊണ്ട് ഓരോരുത്തരും ആലോചിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകും. സഹോദരന്മാരെ, മഹ്ശറ ഹക്കാണ്, ഖബർ ഹക്കാണ്. മഹ്ശറിൽ നമ്മളോട് അല്ലാഹു തആല ഓരോ നിഅമത്തുകളെ സംബന്ധിച്ച് ചോദിച്ചു. അല്ലാഹു ചോദിക്കും, നമ്മൾക്ക് തന്ന വീട്, നമുക്ക് ആരോഗ്യം തന്നു, പണം തന്നു, സൗകര്യങ്ങൾ തന്നു, പള്ളികൾ തന്നു, അല്ലേ? എത്ര സ്ഥലങ്ങൾ നല്ലപോലെ ഇബാദത്ത് ചെയ്യാൻ പറ്റാതെ ക്രൂരമായ പീഡനങ്ങൾക്ക് മുസ്ലിം സമുദായം വിധേയമായിക്കൊണ്ട് അവർക്ക് നല്ലപോലെ മുസ്ലിമായ അഭിമാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കാത്ത കാലഘട്ടത്തിൽ നമ്മൾക്ക് ഇവിടെ അതൊന്നുമില്ല. അല്ലാഹു തആല എല്ലാ സൗകര്യം തന്നു. എന്നിട്ട് നമുക്ക് പള്ളിയിൽ പോകാൻ മടി, ജമാഅത്തിൽ പങ്കെടുക്കാൻ നമുക്ക് മടി, നേരം പോലെ നിസ്കരിക്കാൻ മടി. നിസ്കരിക്കണ്ടെങ്കിൽ തന്നെ എങ്ങനെയെങ്കിലൊക്കെ നിസ്കരിച്ച് തീർക്കണം. അല്ലെങ്കിൽ ഉമ്മ ചോദിക്കും, അല്ലെങ്കിൽ ഉപ്പ ചോദിക്കും, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ ചോദിക്കും. അതൊന്നും ഇല്ലെങ്കിൽ അന്ന് ചോദിക്കുമല്ലോ വെച്ചിട്ട് എങ്ങനെയെങ്കിലും നിസ്കരിക്കുക. അല്ല ചോദിക്കല്ല, അള്ളാഹുവിനോടുള്ള നന്ദിയുള്ള ശുക്റുള്ള അടിമകളായിക്കൊണ്ട് അള്ളാഹ് ഇബാദത്ത് ചെയ്യണം. അപ്പൊ എങ്ങനെയെങ്കിലും നിസ്കരിച്ചാലും പോരാ. ആ നിസ്കാരത്തിലുള്ള വ്യത്യാസം നല്ല രീതിയിൽ പോസിറ്റീവായ വ്യത്യാസം ഉണ്ടാക്കാൻ ഞാൻ എന്ത് പരിശ്രമിച്ചിരിക്കുന്നു ഓരോരുത്തരും ചിന്തിച്ചോ. ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് എന്നെ പറ്റിയിട്ടില്ലേ, പറ്റുന്ന ആളെടുത്ത് പോയി ഇത് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആഖിറത്ത് നഷ്ടപ്പെട്ടു പോകും. കാരണം അല്ലാഹു തആല ചോദിക്കും. കാരണം നമ്മൾ ഓരോരുത്തരും നേരത്തെ പറഞ്ഞതുപോലെ വിചാരണ ചെയ്യുക. നിങ്ങൾ ദിവസത്തിൽ എന്ത് ചെയ്തു അല്ലാഹുവിന് വേണ്ടി? ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്തു? ക്വാളിറ്റിയോട് കൂടിയിട്ടാണോ ചെയ്തിട്ടുള്ളത്? ഇഖ്ലാസോട് കൂടിയിട്ടാണോ ചെയ്തിട്ടുള്ളത്? അള്ളാഹുവിനെ മാത്രം കാക്ഷിച്ചുകൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്? ആ ഇബാദത്തിൽ അള്ളാഹുവിനെ എത്ര കണ്ട് നമ്മൾ ഓർത്തിട്ടുണ്ട്? ഇതൊന്നും ശരിയായിട്ടില്ലെങ്കിൽ ശരിയാവാൻ എവിടാ ഉള്ളത്? നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിൽ ഇൽമ കരസ്ഥായിക്കോ. ഏത് ഇൽമ? ഈ ഭയഭക്തിയുള്ള ഇൽമ അല്ല, ഇംഗ്ലീഷും മറ്റൊന്നും അല്ല.
ജപ്പാൻ ഇംഗ്ലീഷ് പഠിക്കാനല്ല, അല്ലെ ചൈനീസ് ഇംഗ്ലീഷ് പഠിക്കാനല്ല ചൈനയിൽ പോകേണ്ടത്. അവിടുത്തെ ഉപമ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള ആ ഇൽമു കരസ്ഥമാക്കാൻ വേണ്ടി എവിടെയാണെങ്കിലും പൊക്കോളണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കഴിഞ്ഞു, രക്ഷയില്ല മക്കളെ, രക്ഷയില്ല. വെറും നമ്മള് ത്വരീഖത്തിന്റെ അഹ്ലുകാരായി അല്ലെങ്കിൽ ത്വരീഖത്തിന്റെ അഹ്ലുകാരുടെ കൂടെ കൂടിയ ആളുകളായി എന്ന് അല്ലെങ്കിൽ മുസ്ലിമായി മൂമിനായി എന്ന് വെറും അതുകൊണ്ട് മാത്രം രക്ഷപ്പെടില്ല. നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം, തസ്കിയത്ത് വരുത്തിയേ തീരും. അല്ലാഹു നാളെ നമ്മളോട് ചോദിക്കും. അതൊന്നും ചോദിക്കാൻ ആരും വിടില്ല. നിന്റെ ആരോഗ്യം എന്തിനു ചെലവഴിച്ചു എന്ന് ചോദിക്കും. ഒഴിവ് സമയങ്ങളെ സംബന്ധിച്ച് അല്ലാഹു ചോദിക്കും. ഒഴിവ് സമയം എന്തിനൊക്കെ ആയിട്ട് നീ അത് ചെലവഴിച്ചു? ആരോഗ്യം എന്തിനു ചെലവഴിച്ചു? നിന്റെ ആയുസ് എന്തിനൊക്കെ ചെലവഴിച്ചു? അപ്പൊ നമ്മൾ പറയും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ഞാൻ എന്റെ ആയുസ് ആരോഗ്യം ചെലവഴിച്ചു, പഠിച്ചവനൊക്കെ പുറത്തു കാട്ടി അല്ലെ. പെണ്ണുങ്ങളെയും കുട്ടികളെ റബ്ബായിട്ട് ഞാൻ കുറെ നടന്ന് പഠിച്ചവനെ പുറത്താട്ടി, ശരിക്കും പൊറുക്കില്ല. പെണ്ണുങ്ങളെയും കുട്ടികളെ ഉത്തരവാദിത്തം എന്റെ മേലാണ് ജന്നെ നോക്കണോ, അത് വേറെ വിഷയം. പക്ഷെ നിന്നിങ്ങോട്ട് വിട്ടത് പെണ്ണുങ്ങളെയും കുട്ടികളെ നോക്കാൻ അല്ലാഹു പറ്റായിട്ടാ? സുബ്ഹാനല്ലാഹ്. അത് അതിനു വേണ്ടിയാണ് നിങ്ങളെ വിട്ടത്. ഞാൻ നിന്നെ എന്തിനു വേണ്ടി അയച്ചു? അത് പൂർത്തിയാക്കിയോ? ഡൗൺ ചോദ്യം. അല്ലാഹ് നമ്മൾ അയച്ചത് എന്തിനാണ്? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് മക്കളെ. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹിനെ ആരിഫായ മനുഷ്യന്മാരായി അടിമകളായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് നമ്മളെ കൊണ്ട് വിട്ടത്. ഈ ലക്ഷ്യം മറക്കല്ലേ. ലക്ഷ്യം മറക്കണില്ല എങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി എന്ത് പരിശ്രമിച്ചു? നിങ്ങൾ അതിനെ തേടിയോ? അതിനോട് സമയം ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലത്. നിങ്ങൾ എങ്ങനെ സമ്പാദിച്ചു എന്ന് അള്ളാഹു ചോദിക്കും. ഹലാലായ മാർഗത്തിലാണോ സമ്പാദിച്ചത്? ആ സമ്പാദിച്ചതിനെ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നാണ്. പണം ചെലവഴിച്ചത് എന്തിനാണ് ചോദിക്കും. സമ്പാദിച്ചത് എന്താണ്? തീർച്ചയായിട്ടും കേൾവി, കാഴ്ച, ഹൃദയം, മനസ്സിന്റെ ചിന്താഗതികള്, അതെല്ലാം ചോദിക്കപ്പെടും അല്ലേ. കട്ടുനോട്ടം പോലും ചോദിക്കപ്പെടും. നാവ് കൊണ്ട് ചലിപ്പിക്കുന്നത് ചോദിക്കപ്പെടും. അല്ലാഹ് എന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹ് എന്ന് പറഞ്ഞത് എന്തിന്റെ പേരിലാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, അത് ചോദിക്കപ്പെടും. എല്ലാം ചോദിക്കും സഹോദരന്മാരെ. അല്ലാഹു ഹിസാബില്ലാതെ സ്വർഗത്തിൽ കയറ്റി തരട്ടെ. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കയറ്റാൻ മാർഗങ്ങൾ കുറയുന്നുണ്ട്. കുറെ പണിപെടണത്. എന്നാ അധികം പണി ഇല്ലെന്തോ. നമ്മൾ ഈ ഒരു ലക്ഷ്യം വെച്ചാണ് ഇത് എളുപ്പമാകാനും ഒരു പ്രയാസം ഉണ്ടാവും. നമ്മളെപ്പോഴും എല്ലാ ദിവസവും രാവിലെ ആയാൽ നിങ്ങൾ മനസ്സിലാക്കണം, എന്നെ അല്ലാഹു സൃഷ്ടിച്ച് എണീച്ച പാട് ചിന്തിക്കണം. എന്നെ അല്ലാഹു സൃഷ്ടിച്ചത് ഈ ലോകത്തിങ്ങനെ പാറി നടക്കാനല്ല, പറവകളെ പോലെ പാറി നടക്കാനല്ല. എന്നെ അല്ലാഹു സൃഷ്ടിച്ചതിന് പ്രത്യേകമായ ലക്ഷ്യമുണ്ട്. വിശേഷ ബുദ്ധി തന്നിട്ടാണ് അല്ലാഹു തആല എന്നെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് എന്നെ അല്ലാഹു സൃഷ്ടിച്ച കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ ചെലവഴിക്കാൻ പോകുന്നത് എന്നൊരു നിയ്യത്ത് രാവിലെ സുബഹിക്ക് എഴുന്നേറ്റാണ് ഉണ്ടാവുക. രാത്രി ഉറങ്ങുമ്പോഴും നാളെ ഞാൻ അതിനു വേണ്ടിയായിരിക്കും ഞാൻ ചെലവഴിക്കുന്നത്. എന്റെ സമയം ചെലവഴിക്കുന്നത്, എന്റെ ആരോഗ്യം ചെലവഴിക്കുന്നത്, എന്റെ ആയുസ് ചെലവഴിക്കുന്നത്, എന്റെ പണം ചെലവഴിക്കുന്നത്, അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത് രാത്രി ഞാൻ നിയ്യത്ത് വെച്ച് എടുക്കണം. നമ്മുടെ ശൈഖായ ബിലാൽ ഷാ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുമായി, ആ ഒരു നിയ്യത്തിൽ നിങ്ങൾ ഉറങ്ങും, അത് വല്ലാത്ത ഇബാദത്തായി മാറും. മാത്രമല്ല അങ്ങനെ ഒരു നിയ്യത്തിൽ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ ആ നിയ്യത്ത് നമ്മൾ എഴുന്നേറ്റാൽ അത് നമുക്ക് സാധിക്കും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നടക്കണം. അല്ലാഹു തആലയുടെ താല്പര്യങ്ങൾ തേടിക്കൊണ്ടിരിക്കണം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളും എന്തെല്ലാമാണ് എന്ന് അന്വേഷിച്ചുകൊണ്ട് അത് പ്രവർത്തിക്കാൻ ഒരുമ്പിട്ടിറങ്ങണം. അപ്പൊ അതെങ്ങനെ ഇറങ്ങി? അതിന് വേരിറങ്ങൊന്നും വേണ്ട. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന് അതെങ്ങനെ തൃപ്തിപ്പെടുത്താൻ പറ്റും നോക്കിയാൽ എത്ര സിമ്പിളാ സഹോദരന്മാർ. നമ്മൾ എന്തിനൊപ്പിലെത്താവും? നിങ്ങൾ ജോലിക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദിക്റിലായിട്ട് ഇറങ്ങിക്കൂടെ? അത് എനിക്ക് അള്ളാഹു തആലയുടെ ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കണം, അത് തൃപ്തിപ്പെടുന്ന കാര്യമാണ്. അതിനെ മറ്റന്യരെ ആശ്രയിക്കാതെ ജീവിക്കാൻ ഹലാലായ ജോലിയാണ്. അള്ളാഹു തൃപ്തിപ്പെടുന്നുള്ള നീയത്തേണ്ട ഇറങ്ങാനേ ഉള്ളൂ. പിന്നെ ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഹഫിയായ ദിക്ർ നിങ്ങൾക്ക് നടത്തിക്കൂടെ? പോകുന്ന സന്ദർഭത്തിൽ സലാത്ത് ചൊല്ലിക്കൂടെ? ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് ജോലി മാറ്റിവെക്കേണ്ട കാര്യമില്ലല്ലോ, പഠനം മാറ്റിവെക്കേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല നമ്മൾക്ക് കൂടുതൽ ഇൽമു കിട്ടിയവർക്ക് അവരുടെ മഅരിഫത്തിന്റെ ബോധത്തിലായിക്കൊണ്ട്
അല്ലാഹു തആലാന്റെ കമാലാത്തുകൾ ദർശിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടും ഇതിനിടയിൽ പറ്റിക്കൂടെ? മാത്രമല്ല സുബഹിസ്കാരം കഴിഞ്ഞു, ഇനി നമ്മൾ അപ്പോൾ തന്നെ പ്രതീക്ഷിക്കണം, ഇനി ദുഹർ എങ്ങനെയെങ്കിലും എനിക്ക് ജമാഅത്തായിട്ട് തന്നെ എങ്ങനെ നിസ്കരിക്കണം എന്നുള്ള ആഗ്രഹം അപ്പം തന്നെ. മാത്രമല്ല ദുഹർ നിസ്കാരം ഞാൻ നിസ്കരിക്കുമ്പോൾ ആ ദുഹറിന്റെയും സുബഹിയുടെയും ഇടയിൽ വല്ല ചെറുദോഷങ്ങളോ മറ്റോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പൊറുപ്പിക്കപ്പെടുന്ന വിധത്തിലായിരിക്കണം എനിക്ക് ഇൻഷാ അല്ലാഹ് ഇനി ഇന്നത്തെ ദുഹർ നിസ്കരിക്കേണ്ടതുള്ള നിയ്യത്ത് ആദ്യം ഉണ്ടാവണം. പാപങ്ങൾ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ഉണ്ടാവണം. സുബഹി മുതൽ ദുഹർ വരെയുള്ള എന്റെ സമയങ്ങൾ പാപം ചെയ്യാതെ ജീവിക്കാൻ ഞാൻ പരിശ്രമിക്കും ഇൻഷാ അല്ലാഹ്. അന്യ സ്ത്രീകളിലേക്ക് ചീത്ത ചിന്തയോടുകൂടി നോക്കാതിരിക്കാൻ ഞാൻ പരിശ്രമിക്കും. നാവ് കൊണ്ട് കളവ് പറയാതിരിക്കാൻ, അന്യ പരദൂഷണം പറയാതിരിക്കാൻ, ഏഷണി കൂട്ടാതിരിക്കാൻ ഞാൻ പരിശ്രമിക്കും. മ്യൂസിക്കുള്ള ഗാനങ്ങൾ കേൾക്കാതിരിക്കാൻ ഞാൻ പരിശ്രമിക്കും. ഞാൻ അല്ലാഹു തആല തൃപ്തിപ്പെട്ട വഴിയിൽ ജീവിക്കാൻ, ഞാൻ നടക്കാനും ഇരിക്കാനും ഞാൻ പരിശ്രമിക്കും. ഇങ്ങനെയുള്ളൊരു ബോധം നമ്മൾക്ക് ആദ്യം തന്നെ ഉണ്ടാക്കിയത് എളുപ്പമായിരിക്കും. മഹാന്മാർ പറയുന്നത് ഒന്നും സദാസമയാക്കിയാൽ അത് എളുപ്പമാവും. സദാസമയം ഒന്നും ദായിമാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മുറിഞ്ഞപാട് വേഗം നിർത്തിയ അങ്ങനെ ദായിമായ ആളെ സംബന്ധിച്ച് ഇത് വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറെ നമ്മൾ ആ നെയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ കുറെ സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ ഈ നെയ്യത്ത് വെച്ചിക്കണല്ലോ എന്നുള്ളൊരു ഇതുണ്ടാവും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന അങ്ങനത്തെ ഒരു നെയ്യത്ത് വെച്ചിട്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തിൽ ഇതെല്ലാം ഞാൻ അള്ളാഹിനെ ഏൽപ്പിച്ചതാണ് തവക്കുൽ ചെയ്തിറങ്ങണം. ഇത് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുമ്പോൾ എന്താണ്? അപകടമൊന്നും ഇല്ലാതെ നല്ലപോലെ ജോലി ചെയ്ത് വീട്ടിലെത്താനാണ് ഈ തവക്കുൽ എന്നാണ്. ഓരോ ശരീരത്തിനാണോ തവക്കുൽ ചെയ്യണത്? ഓൻ തവക്കുൽ ചെയ്യേണ്ടത് ഓൻ ഉദ്ദേശിച്ച് തീരുമാനിച്ചതായ പുണ്യകർമ്മങ്ങളും വിരോധനങ്ങളിൽ നിന്ന് മാറാനുള്ള അവസ്ഥകളും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദിക്റിലായിട്ട് ആ സമയം കൊടുക്കാനുള്ള കാര്യങ്ങൾ എനിക്ക് സ്വന്തം പറ്റൂല, അള്ളാഹ് ഫദ്ൽ ചെയ്യണം, അതുകൊണ്ട് അള്ളാഹു തവക്കുൽ ചെയ്യുന്നു. ഇങ്ങനെ അള്ളാഹു തവക്കുൽ ചെയ്ത് നീ ഇറങ്ങി കഴിയുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു എളുപ്പം അള്ളാഹു തആല നൽകും. അപ്പൊ അങ്ങനെയാവുമ്പോൾ നമുക്ക് നിസ്കരിക്കാനും ജമാഅത്തിന് പങ്കെടുക്കാൻ പറ്റുന്നമാര് ജമാഅത്തിന് പങ്കെടുക്കും. ഇനി അതിന് സാധിക്കാത്ത ആളുകളാണെങ്കിലും ആ ഉള്ള നിസ്കാരം നല്ല രീതിയിൽ നമ്മൾ ശൈഖന്മാരൊക്കെ പഠിപ്പിച്ച് തന്ന വിധത്തിൽ ഖുർആനും ഹദീസും പറഞ്ഞ വിധത്തിൽ ഏകാഗ്രതയോട് ഭയഭക്തിയോട് കൂടി പഠിച്ചോനേന്ന് പറഞ്ഞു കണ്ട് എന്റെ അവസാനത്തെ നിസ്കാരമാണെന്നുള്ള ബോധത്തിൽ അവർക്ക് നിസ്കരിക്കാൻ പറ്റും. അങ്ങനെ നിസ്കരിക്കാൻ പറ്റുന്നത് മാത്രമല്ല ആ സമയത്തോട് ഓർമ്മ വരും, ഈ ഒരു നിസ്കാരം മതിയോ? നാളെ മഹ്ശറയില് നന്മ തിന്മകൾ വരുമ്പോൾ ഞാൻ കൂടുതൽ ഇബാദത്ത് ചെയ്താലല്ലേ നന്മ തൂങ്ങുള്ളൂ, അല്ലെങ്കിൽ തിന്മയാണല്ലോ ഞാൻ കൂടുതൽ ഇബാദത്ത് അല്ലാത്തൊരു അവസ്ഥ ആവൂല്ലേ? അതുകൊണ്ട് ഇത് പോരാ, എനിക്ക് മുഅക്കദായ സുന്നത്ത് കൂടി നിസ്കരിക്കണം, ഒരു വാശി വരും. മറ്റതല്ല നിസ്കരിച്ചിട്ട് പോയാൽ മതി എന്നുള്ള ചിന്ത ഇബ്ലീസിട്ട് വരും. മടി വരൂല്ല. മടി എപ്പോഴാ വരെ? ഇതുകൊണ്ട് എന്താ ഫലം എന്ന് ചിന്തിക്കുമ്പോഴാണ് മടി വരുന്നത്. ഇങ്ങനെ കുറെ നിസ്കരിച്ചിട്ട് എന്താ അത് സ്വീകരിക്കോ? സഹോദരന്മാരെ, മുഅ്മിനിന്റെ വിശ്വാസിയുടെ ഇബാദത്ത് അല്ലാഹ് സ്വീകരിക്കാതിരിക്കില്ല, ഉറപ്പാണ്. സ്വീകരിക്കും. നിങ്ങൾ ചെല്ലി ഓരോ തസ്ബീഹുകളും നിങ്ങൾ ഓരോ നിസ്കാരങ്ങളും നമ്മളെ പറ്റി അള്ളാഹ്ക്ക് അറിയാം നമ്മളുടെ നിസ്കാരം എന്താണ് ക്വാളിറ്റി എന്ന്. അള്ളാഹ് സ്വീകരിക്കും. പക്ഷേ ഈ ഒരു നിയ്യത്ത് വേണം. സ്വീകരിക്കും എന്നുള്ളൊരു ഇത് നീയും വെക്കുക അള്ളാഹിനെ പറ്റിയിട്ട്. അള്ളാഹ് എന്നെ സ്വീകരിക്കുന്നു, അള്ളാഹിനെ പറ്റി അങ്ങനെ ഒരു ചിന്ത വെക്കുക അള്ളാഹിനെ പറ്റി. അള്ളാഹിനെ വളരെ മോശമാക്കി കരുതല്ലേ. അള്ളാഹുവിൻ്റെ സ്വീകരിക്കും, സംശയിക്കരുത്. അള്ളാഹ് സ്വീകരിക്കും, സംശയം കഴിഞ്ഞ പരമാവധി നീ ചെയ്യും. നിനക്ക് പറ്റണ പരമാവധി നീ ചെയ്യും. അങ്ങനെ ആവുമ്പോൾ അള്ളാഹു സ്വീകരിക്കും, എല്ലാം സ്വീകരിക്കും, പ്രതിഫലം കിട്ടുമെന്ന് അന്ന് ആഖിറത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസി പിന്നെ അവർക്ക് ഇബാദത്ത് ചെയ്യാൻ മടിയുണ്ട്. കാരണം പരമാവധി 2 റക്അത്ത് കൂടുതൽ നിസ്കരിച്ച് അത് കിട്ടുമല്ലോ എന്ന് ഉറപ്പുണ്ടോ? ഒരിക്കലും ഉറപ്പുള്ള കാര്യം ഒരു ബുദ്ധിയുള്ള ഒരാൾ കളയൂല. ഈ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അള്ളാഹ് ഇതിന്റെ ഒക്കെ സ്വീകരിക്കാവോ എന്നുള്ളൊരു സംശയമാണ് നിങ്ങൾക്ക് ഇബാദത്തിൽ നിന്ന് മടി മുച്ചിരുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും? മുഅക്കദായ സുന്നത്തുകളൊക്കെ എടുക്കാൻ തുടങ്ങും. മുന്നുള്ള സുന്നത്ത് നിസ്കരിക്കും, ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കും. അത് കഴിഞ്ഞ് പിന്നെ തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങുവാന്, ദുഹാ നിസ്കരിക്കാൻ തുടങ്ങുവാന്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇബാദത്ത് വർദ്ധിപ്പിക്കണം, സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം. ആർക്ക് വേണ്ടി? ആരും കാണാൻ, ഇന്റെ അള്ളാഹ് കാണാൻ വേണ്ടി, ഇന്റെ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു അടിമയായി മാറാൻ വേണ്ടിയിട്ടാണ്. മരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യം എനിക്കുണ്ടാവണം, സഹാബാക്കളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം, അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളുകളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. എന്റെ അടിമകളിലേക്ക് നീ പ്രവേശിക്കുക എന്ന് പറഞ്ഞ ആ അവസ്ഥ എനിക്ക് ഉണ്ടായിരിക്കണം. സ്വർഗം കണ്ട് മരിക്കണം. ആ മഹ്ശറിൽ പ്രയാസം ഉണ്ടാവാൻ പാടില്ല. നന്മ തിന്മകളൊക്കെ നോക്കുമ്പോൾ അള്ളാഹുന്റെ റസൂൽ എനിക്ക് ഉണ്ടാവും. അള്ളാഹുന്റെ റസൂൽ ഭയങ്കര സന്തോഷം തോന്നണം. നമ്മുടെ നന്മ തിന്മയത്ത് തൂക്കുന്ന സന്ദർഭത്തിൽ റസൂൽ വിഷമം ഉണ്ടാവാൻ പാടില്ല. അതിനെന്ത് വേണം? കർമ്മങ്ങൾ ചെയ്യണം സഹോദരന്മാർ. പ്രവർത്തിക്കാത്തത് നടക്കില്ല. അപ്പൊ പരമാവധി അപ്പൊ ഇങ്ങനെ ഒരു ആഖിറത്തിന്റെ ബോധവും അള്ളാഹുവിനുള്ള ശുഭപ്രതീക്ഷ ഉണ്ടാവുമ്പോൾ മാത്രമേ നമുക്ക് ഇബാദത്തുകളും അത് കൂടുതൽ ചെയ്യാൻ പറ്റൂ. അങ്ങനെ വർദ്ധിപ്പിക്കണം ഇബാദത്തുകൾ ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് അല്ലാഹു തആലാന്റെ ഖുർബും വസലും ലഭിക്കുന്ന വിലായത്തിലേക്കുള്ള നമ്മൾ ശൈഖന്മാർ തമ്മിലുള്ള ഇഷ്കിന്റെയും മഹബത്തിന്റെയും മഹബത്തിന്റെയും
ബോധങ്ങളിലും ശുക്രിലുമായിട്ട് അതിന്റെ റിയാദകളിലുമായിട്ട് അത് മുഴുകണം. അതുകൊണ്ട് ജോലി ഒഴിവാക്കേണ്ട കാര്യമില്ലല്ലോ, ജോലി ഒഴിവാക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ നമ്മള് ഒരു മാറ്റം ഉണ്ടാവും. ഖുർആനൊക്കെ ദിവസവും ഓതണം, ഓതാതിരിക്കരുത്. കുറച്ചെങ്കിലും നിങ്ങൾക്ക് എത്ര സമയം വൈകാൻ കുറച്ചെങ്കിലും നിങ്ങൾ ആ പരിശുദ്ധ ഖുർആൻ ഖിബിലക്ക് തിരിഞ്ഞ് ഒതുവോട് കൂടിയിട്ട് പടച്ചോനെ എന്നെ തൃപ്തിപ്പെടണേ പടച്ചോനെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ കഴിയുന്ന പരമാവധി നിങ്ങൾക്ക് നല്ല രീതിയിൽ തജ്വീദോട് കൂടി, നിങ്ങൾ പഠിച്ച തജ്വീദോട് കൂടി നല്ല ലഹരി റസൂലുള്ളാഹി അള്ളാഹ്ക്ക് നല്ല ഇഷ്ടമാണ്, നല്ല രീതിയിൽ ഓതല്, നല്ല രീതിയിൽ ഖിബിലക്ക് തിരിഞ്ഞ് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓതുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കണ്ടിന്യൂ പോകുന്നെങ്കിൽ മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വല്ല പേടിയുണ്ടോ? മരിക്കുക ആൾക്ക് പേടി ഉണ്ടാവില്ലല്ലോ. കാരണം അല്ലാഹു തആല പറയുന്നത് ഇത്തഖുല്ലാഹ മനിസ്തതഅതും, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുക നിങ്ങൾ കഴിയുന്ന വിധത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് സന്തോഷിച്ച് പോകാൻ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടെന്ന്. നിങ്ങൾ വൻദോഷങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ ചെറുദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരികയും താഴെ അരുവികൾ ഒഴുകുന്നതായ സ്വർഗത്തിന്റെ ആരാമങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കും പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഒരിക്കലും ലത്തീഫ് സാഹിബ് മഹബീഷ പറഞ്ഞതുപോലെ ഒരിക്കലും നിരാശപ്പെടും. അല്ലാഹു തആലാനെ നല്ല പ്രതീക്ഷ വെക്കുകയും നമ്മുടെ ഓരോ ഇബാദത്തും സ്വീകരിക്കുന്ന ഉറപ്പോട് കൂടിയിട്ട് കഴിയുന്ന പരമാവധി നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടുക, അല്ലാഹുവിലേക്ക് ഓടിയെടുക്കുക. എപ്പോഴും നമ്മുടെ രാജാതിരാജനായ അല്ലാഹുവിനെ എപ്പോഴും ഓർത്തിരിക്കാനുള്ള അവസ്ഥകൾ നമ്മൾ ശൈഖന്മാരെ തന്നിട്ടുണ്ട്. ഓരോ ശ്വാസവും അല്ലാഹുവിന്റെ ദിക്റിലായിക്കൊണ്ട് മുഴുകാൻ പറ്റുന്ന ഒരു ഭാഗ്യം, ഒരു തൗഫീഖ് ഖാജ റളിയല്ലാഹു അൻഹു സദഖയിലായിട്ട് മുഹ്സിൻ ശൈഖിന്റെ സദഖയിലായിട്ട് അല്ലാഹു തആല അവരിലൂടെയായി അല്ലാഹു തആല നൽകി. അൽഹംദുലില്ലാഹ്. എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമുക്ക് അനുഗ്രഹിച്ചിട്ടുണ്ട്. ശുക്റുള്ളവരായി മാറുക, എന്നിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ മുന്നേറുന്നവരായി മാറുക. തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക, തിന്മകളിൽ നിന്ന് വിട്ട് എനിക്ക് തീരെ പറ്റുന്നില്ല ഉസ്താദെ, ശരി ഓക്കെ, നീ നന്മകൾ കൂടുതലായി ചെയ്യും. അല്ലാഹു തആല നിനക്ക് നിന്റെ ഖൽബിൽ അല്ലാഹു അവന്റെ നൂറിനെ ഇറക്കി തരികയും ആ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ തൗഫീഖ് ഇറക്കി നൽകുകയും ചെയ്യും. നീ ചെയ്യുന്ന നന്മ അല്ലാഹ്ക്ക് വേണ്ടി ആവുകയും അല്ലാഹ് സ്വീകരിക്കുന്ന ഉറപ്പിൽ നീ നന്മകൾ വർദ്ധിപ്പിക്കും, ദിക്റുകൾ വർദ്ധിപ്പിക്കും, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കും, അല്ലാഹുവിനോടുള്ള ശുഭപ്രതീക്ഷ വെക്കും. അല്ലാഹു തആലയെ ശിർക്ക് ചെയ്യാതെ എല്ലാ വിഷയവും താൻ അല്ലാഹുവിലേക്ക് പൂർണ്ണാശ്രിതരായ നിലയിൽ, അല്ലേ, യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ്, അല്ലയോ ജനങ്ങളെ നിങ്ങൾ പൂർണ്ണമായ അല്ലാഹുവിലേക്ക് എല്ലാവരും ഫക്കീറന്മാരാണ്, അല്ലാഹുവിലേക്ക് പൂർണ്ണമായി ആശ്രയിക്കുന്നവരാണ്, എല്ലാവരും ആശ്രിതരാണ്. ആ വിധത്തിൽ പൂർണ്ണമായി അല്ലാഹുവിനെ ആശ്രയിച്ചതായിക്കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ അല്ലാഹു തആല നിങ്ങൾ ആ തിന്മകളിൽ നിന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും ആ തിന്മകളിൽ ഒഴിഞ്ഞു നിൽക്കുന്നത് തോഫിക്കും. കാരണം അല്ലാഹു തആലയാണ് നമുക്ക് നേർവഴി കാണിക്കുന്നത്, അല്ലാഹു തആലയാണ് സത്യം പറയുന്നത്, അല്ലാഹുവാണ് നേർവഴി കാണിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും അല്ലാഹുവിലേക്ക് അടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായാൽ, അല്ലാഹുവിനും ആഖിറത്തിലും അല്ലാഹുവിന്റെ റസൂലിലും വിശ്വസിച്ചവരാണെങ്കിൽ, എനിക്ക് അല്ലാഹുവിനുള്ള പ്രതീക്ഷ ഉള്ളവരാണെങ്കിൽ, എനിക്ക് നന്നാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, സ്വർഗം പ്രവേശിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ അദാബിനെ തൊട്ടും കോപത്തെ തൊട്ടും വെറുപ്പിനെ തൊട്ടും നരകത്തെ തൊട്ടും എനിക്ക് രക്ഷപ്പെടണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു നിങ്ങളെ ഖൽബിനെ മാറ്റിമറിക്കണം. അല്ലാഹു തആല നിങ്ങളെ അബ്ദാലികളാക്കി മാറ്റും. അല്ലാഹു തആല നിങ്ങളെ ഖൽബിനെ അവിടേക്കാക്കി മാറ്റിമറിക്കും. നിങ്ങൾക്ക് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകും. മാത്രമല്ല യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അല്ലാഹു തആല അവരുടെ തിന്മകളെ നന്മകളാക്കി മാറ്റിമറിക്കും എന്നുള്ള അവസ്ഥയിൽ നിങ്ങൾ തിന്മകളെ അല്ലാഹു തആല നന്മകളാക്കി മാറ്റുക. സുബ്ഹാന ജല്ല ജലാലു. എത്ര നല്ല ദീൻ, അദ്ദീനു യുസ്റു, ദീൻ എളുപ്പമാണ്. എത്ര സുന്ദരമായ ദീൻ, അല്ലാഹുവിന്റെ പ്രകൃതിദത്തമായ ദീൻ, അല്ലാഹുവിന്റെ ദീൻ, സത്യദീന്, അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് നൽകിയ ദീൻ. അൽഹംദുലില്ലാഹ്, അത് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ മുഹറം മാസത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് അല്ലാഹു തആല ഈ വരുന്ന റമളാൻ, ഈ മാസത്തിലുള്ള ഈ വർഷത്തിലുള്ള റമളാനും ഈ വർഷത്തിലുള്ള പെരുന്നാളുകളും ഈ വർഷത്തിലുള്ള മറ്റു കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഉത്തമമായ രീതിയിൽ അല്ലാഹു തൃപ്തിപ്പെട്ട നിലയിൽ നമ്മൾ കൊണ്ടുപോകാനും അത് ഭയഭക്തിയോട് ജീവിക്കാനും അല്ലാഹുവിന്റെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുവാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ.